ദിലീപിനെ പറ്റി? ദിലീപേട്ടൻ്റെ കാര്യമാണ് നമ്മൾ പറയുന്നത്. ദിലീപേട്ടൻ നമുക്ക് എനിക്ക് ദിലീപേട്ടൻ്റെ പടങ്ങൾ എല്ലാം ഇഷ്ടമാണ്. ദിലീപേട്ടൻ്റെ ഇൻ്റർവ്യൂവും പടങ്ങൾ കോമഡി എല്ലാം ഇഷ്ടമാണ്. പക്ഷേ ഇങ്ങനൊരു ഗ്യാസ് വന്നപ്പോൾ അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. എട്ടാം തീയതി വിധിയാണ്. 8-ാം തീയതി വിധിയാണ്. ദിലീപേട്ടൻ കുറ്റക്കാരനായി ശിക്ഷിക്കപ്പെടണം. സോറി, അത് ദിലീപേട്ടൻ കുറ്റക്കാരനെ രക്ഷപ്പെടണം. കുറ്റക്കാരനല്ലെങ്കിൽ മോചനായിട്ട് വന്നിട്ട് നല്ല നല്ല പടങ്ങൾ ചെയ്യണം. നമ്മൾ കയറി കാണും. ഇതാണ് പറയാനുള്ളത്. അതിനുള്ള എല്ലാം ചെയ്യും. പക്ഷെ ദിലീപേട്ടൻ കുറ്റക്കാരനല്ലെന്നാണ് നമ്മളെ വിചാരം. കുറ്റക്കാരനല്ലെങ്കിൽ ദിലീപേട്ട ജയിലിൽ പോയിട്ട് മാന്യമായിട്ട് ഇറങ്ങി പറഞ്ഞത് കേട്ടാ. എന്നിട്ട് പടങ്ങൾ ചെയ്യും. വയസ്സായാലും നമ്മൾ കൈ കാണും. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ദിലീപിന്റെ ഈ ഒരു കേസിനെ പറ്റി പറയാനുള്ളത് താങ്കൾക്ക് ഇതാണ്. ഭയങ്കര ഇഷ്ടമാണ്. പിന്നല്ല നമ്മളെ കൊച്ചില് നമ്മളെ അല്ലേ നല്ല നല്ല കോമഡി. പക്ഷേ ദിലീപേട്ട ഇത് ഒരു ദിലീപിന്റെ കാര്യം പറയുമ്പോ താങ്കൾക്ക് എന്താ ചിരി? ദിലീപിന്റെ കേസ് പറയുമ്പോ നമ്മളെ സ്റ്റേജിൽ ടീമുകളാണ്. നമ്മളൊക്കെ സ്റ്റേജിൽ പറയുക ചെയ്തിട്ടുണ്ട്. അപ്പൊ അറിയാം തട്ടിക്കയറിയ ടീമുകളാണ്. ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ താങ്കൾക്ക് ദിലീപുമായിട്ട് എന്തെങ്കിലും സാമ്യമുണ്ടോ? ഇല്ല, തുറന്നു പറയുമ്പോ ദിലീപേട്ടൻ വിഷയം അതല്ലല്ലോ. നമ്മളെ വീഡിയോ ദിലീപേട്ടൻ കാണാണെങ്കിൽ ദിലീപേട്ടാ മുത്താണ് ദിലീപേട്ടൻ. മുത്തിലും കുത്തിലല്ല. പക്ഷേ കുറ്റം ചെയ്തെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് കോടതിയെല്ലാം മാനിക്കണം. 8-ാം തീയതി വിധി വരെ അതല്ലേ ഇവിടേക്ക് പൈസ കിട്ടുമ്പോഴത്തേക്കേ. അതായത് ഇവർ തറയെന്ന് വരുമ്പോഴത്തേക്കുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ മണിക്കൊന്നും സംഭവിച്ച കണക്കാണ്. പക്ഷെ സഹായിച്ച്, പക്ഷെ മണി കുറെ സഹായിച്ചെങ്കിലും പക്ഷെ എന്നാലും ലോക്കൽ സെറ്റപ്പ് വിട്ടില്ല. ലോക്കൽ സെറ്റപ്പ് ഉണ്ട്. ആ ലോക്കൽ കിടന്ന് പണം സഹായിച്ചിട്ടും ദിലീപേട്ടൻ ലോക്കൽ ഉണ്ടായിരുന്ന രണ്ട് സ്വഭാവമാണ് ഇതില് നടന്നിരിക്കുന്നത്. പണം കുടിയപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ലോക്കൽ ചെയ്തും കുടിക്കാൻ എനിക്ക് ദിലീപിന്റെ സെറ്റപ്പ് എന്ന് വെച്ചാല് മറ്റേ 5 സ്റ്റാർ ലോക്കലായിരുന്നു. 5 സ്റ്റാർ ലോക്കലും അതിൽ ആരെങ്കിലും ഒരു എതിരാളി ഉണ്ടെങ്കിൽ തോപ്പിക്കണത് എങ്ങനെ ഫൈറ്റ് ചെയ്ത് തോപ്പിക്കാൻ. ഇപ്പൊ വിധിയിലെ പകുതി വന്നപ്പോ തന്നെ മനസ്സിലാവും. അത് അവിടെ ശാരീരികമായി തോൽപ്പിക്കുകയാണ്. അതായത് ആശയപരമായിട്ട് തോൽപ്പിക്കല്ലാണ്, ശാരീരികമായിട്ട് തോൽപ്പിക്കാനാണ് ശ്രമിച്ചത്. അതിലൊക്കെ പറ്റിയ ഫോളാണ്. കാരണം എല്ലാവരും ഉണ്ട്, രാഷ്ട്രീയക്കാരുണ്ട്, സിനിമ എൻ്റെ കൂടെയാണ്, പിന്നെ ആരാധകർ മൊത്തം കൂടെയുണ്ട്. എന്നൊക്കെ ഒരു തെറ്റിദ്ധാരണ. പക്ഷെ അങ്ങനെയൊന്നുമല്ല. അങ്ങനെയൊക്കെ ഒരു സ്വയം തീരും എടുത്ത് ഈ അഹങ്കാരം മൊത്തം എടുത്ത അണിഞ്ഞളിയ അയാള്. അണിഞ്ഞപ്പോഴത്തേക്ക് പൊളിഞ്ഞാണ് മൈ. ഇയാള് പറയും ചെയ്ത് എന്റെ മണി ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് അവസ്ഥ വരുമായിരുന്നു. പക്ഷെ ഞാൻ ഇപ്പൊ പറയാണ് ഈ 9-ാം തീയതി വിധി കഴിയുമ്പോ പറയും മണി ഉണ്ടായിരുന്നെങ്കിൽ പാസ്റ്റ് അടി കൊടുത്താനാ. എന്നെ പോലെ ലോക്കൽ അവൻ ലോക്കൽ, ഇവൻ ലോക്കലാ രണ്ടുപേരും. നീ അങ്ങ് ഭയങ്കര സ്റ്റാറായിട്ട് പോയപ്പോഴേ ഇയാള് തമിഴിലെ വില്ലൻ, തെലുങ്കിലെ വില്ലൻ. അപ്പോഴും മണി അത് ആടുത്ത് കൊടുത്തില്ല. അവനോട് എല്ലാം ഒതുക്കത്ത് ചെയ്ത്. അവന് കുടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ മറ്റതൊക്കെ ഒതുക്കത്ത് ചെയ്ത്. ഇവ അതല്ലായിരുന്നു. അത് ഇന്ത്യൻ സിനിമയിലെ 2020 പ്രൊഡ്യൂസർ ആവണം. നമ്മളെ മലയാള സിനിമയിലെ 2020 പ്രൊഡ്യൂസർ. അവന്റെ വലിയ വലിയ സെറ്റപ്പ് ആയിരുന്നു. അവന് ശത്രുക്കളില്ല. അവൻ തന്നെ ജനകീയ നായകൻ എന്നുള്ള പേരെന്നപ്പോഴത്തേക്ക് പുള്ളി എന്തോ ഒരു പൊട്ടല ഭയങ്കര എടുത്ത പോലത്തെ സെറ്റപ്പ്. പുള്ളി സ്വയം ആ കോട്ടത്തങ്ങ് അണിഞ്ഞപ്പോൾ പറ്റിയതാണ്. പറ്റിയപ്പം എല്ലാവരും നിൽക്കണം. ഇപ്പോൾ ഈ അറിഞ്ഞില്ല ഐസിൻ്റെ കോട്ടായിരുന്നു ഇട്ടത്. ഈ ചൂട്, ആരാധകരുടെ ചൂടുണ്ടല്ലോ, ആ വെറുപ്പിൻ്റെ ചൂട് വന്നാൽ അഴിഞ്ഞപ്പം തീരും. അത് മമ്മൂട്ടിയിലും മോഹൻലാലും എല്ലാവരും എത്ര അടഞ്ഞു പോയിക്കണ്. രജനി ഹരാസ് നമ്മളിവിടുത്തെ ഈ റിയാലിറ്റി സിനിമ കാണുമ്പോഴത്തേക്ക് അല്ല TV കാണുമ്പോഴത്തേക്ക് എല്ലാവരും വന്നിട്ട് അടുത്ത ഈ പാടുന്നു മുരളി. ഇതായിരുന്നു നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. TV തുറന്ന അതിന് ആ വാട്സാപ്പ് നോക്കിയിട്ട് ഇങ്ങനെ ഇംഗ്ലീഷും പറഞ്ഞിട്ട് ഇങ്ങനെ വന്ന് സംസാരിച്ചോണം. രഞ്ജിനി ദാസിൻ്റെ അവസ്ഥയൊക്കെ എവിടെയൊക്കെയാണ് നടക്കുന്നത്. അതിനെ പിൻപറ്റി വന്നാണ് ഇപ്പം എല്ലാ ചാനലിലും വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയല്ല, അത് ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ട് കാണിച്ചു പോയാണ് ആ ത്രെഡ്. അതിപ്പോൾ അവിടെ എവിടെയാണ് കിടക്കണത്? ഇതാണ് നിങ്ങൾ ഈ നമ്മൾ ജനം എടുക്കുമ്പോൾ നിങ്ങൾ എടുക്കണം. നമ്മളെ അടുത്ത് അണ്ണാക്കി തരയിലാണ്. നമുക്ക് അതാണൊക്കെ എടുത്ത് തിരിച്ച് നിങ്ങൾക്ക് അണ്ണാക്കി തരാൻ പറ്റുമെന്നുള്ളത് നിങ്ങൾ ചിന്തിക്കണം, മനസ്സിലാക്കണം. അവിടെ ഒന്ന് ചിന്തിക്കണം. നിങ്ങൾ മൊത്തത്തിൽ ഞാൻ ചോദിക്കട്ടെ, ദിലീപേട്ട കാണണമെങ്കിൽ ഞാൻ ചോദിക്കണം. ഈ നമ്മളീ പെണ്ണുങ്ങളെയൊക്കെ നമ്മൾ ഭയങ്കര ഇതായിട്ട് നമ്മൾ കയറ്റിയാണ് അഭിനയിക്കണം. പിന്നെ നമ്മൾ വേണ്ടാന്ന് പറയുമ്പോൾ ഇറക്കി വിടണം. ഇതൊന്നും ചെയ്യണ്ട. നമ്മളൊരു കൊട്ടേഷനാ ഒന്നും കൊടുക്കണ്ട. ഈ സ്ത്രീകളെന്ന് പറഞ്ഞാൽ വന്ന് ഒരു ടൈം ആകുമ്പം അവരാ ആ ഒരു കഴിവ് കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത വരെയാണ്.
നമ്മൾ ഭാവനേന കഴിവ് ഒരുപാട് പടത്തിൽ വേണ്ടെന്ന് നമ്മൾ ഒരു വീഡിയോയിൽ കണ്ടില്ലേ. നിങ്ങളൊന്നും വേണ്ട, ഒരു കൊട്ടേഷൻ ഒന്നും വിടണം. ദിലീപേട്ടൻ ഇങ്ങനെ ഫോൺ കൊടുത്ത് ഇങ്ങനെ ഓരോ അവസരങ്ങൾ കൊടുത്തില്ലേ, പിന്നെ ഒന്നും ചെയ്യണ്ടായിരുന്നു. അവര് ഇത് കഴിയുമ്പോൾ അങ്ങ് പോയനെ, അവരെ കാര്യം നോക്കി പോയനെ. ഇപ്പൊ നമുക്ക് അറിയില്ലല്ലോ, നമുക്കിത് അറിയില്ല. നമുക്ക് 8-ാം തീയതി നമുക്ക് ഇതിന്റെ വിധി വരുന്നത്. നല്ലൊരു കഴിവുള്ള ആളായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. നമ്മളെ കൊച്ചില് പിന്നെ നമ്മളെ കൊച്ചി പഞ്ചാബി ഹൗസ് എന്നാ പടോടെ. അതാണ് നമുക്ക് അറിയില്ല എന്താണ് ഇതിന്റെ ഒരു വിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയില്ല. നമുക്കിനി അറിയാവുന്നത് എന്താണ്, 8-ാം തീയതി അറിയാം ഇതിന്റെ കാര്യം എന്തിനാണ്. പുള്ളി എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിയമത്തിന്റെ വഴിക്ക് പോട്ടെ. നിയമം കിട്ടണം. കാര്യം എല്ലാവർക്കും നിയമം ബാധകമാണ്. ഇപ്പൊ സിനിമ കാണാനായാലും ബിസിനസ് കാണാനായാലും താഴത്തടക്കാരായാലും നിയമമാണ്. നിയമത്തിന്റെ വഴിക്ക് പോട്ടെ. അപ്പോൾ താങ്കൾക്ക് ഈ പ്രകൃതി മനോഹാരിതയെ പറ്റി ഇത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ വേണ്ടി ഈ നമ്മുടെ സബ്സ്ക്രൈബർക്ക് കൊടുക്കേണ്ട ഒരു ഈ പ്രകൃതിനെ, നമ്മുടെ പ്രകൃതി, നമ്മൾ ഈ കാണുന്ന ഈ പച്ചപ്പും ഇതും എല്ലാം, ഇതിനെ നമ്മൾ സംരക്ഷിക്കേണ്ട കടമ നമുക്കല്ലേ. അതെ, രാവിലെ ഞാൻ എണിക്കണത് ഒരു 7 അല്ലെങ്കിൽ 6:50 എണിക്കും. എണിച്ചാൽ എൻ്റെ ബാത്റൂമിൽ ചായ പൊടി, ബാത്റൂമിൽ പോയി എല്ലാം കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് കൊണ്ടാണേ ബാത്റൂമിലൊക്കെ പോയിട്ട് ഞാൻ ഒരു 7:50 ചോറും കെട്ടി ഞാൻ ജോലിക്ക് പോകും. അത് രാവിലെ സംഭവമാണ്. ഞാൻ ഇവിടെ നിന്ന് പോവാണ്, ഞാൻ വർക്കല അല്ലെങ്കിൽ ആറ്റിങ് എവിടെയെങ്കിലും പോകും. ഇതിൻ്റെ ഇടയിൽ എനിക്ക് ഒരിക്കലും ഈ പ്രകൃതി സംരക്ഷിക്കാൻ പറ്റില്ല. പിന്നെ ഞാൻ പോയിട്ട് പണി കഴിഞ്ഞിട്ട് അവിടെ നിന്ന് വരുമ്പോഴത്തേക്ക് ഇവിടെ വരുമ്പോൾ 6:45-7 മണി കഴിയും. ഇതിനകത്ത് പിന്നെ വന്നാൽ പിന്നെ നമ്മളെ വീട്ടിൽ ഇതായിരിക്കുമല്ലോ, അത് കഴിഞ്ഞിട്ട് ഞാൻ അപ്പോൾ ഇരുട്ടാവും ഇവിടേക്ക്. ഇതിനകത്ത് ഞാൻ അങ്ങനെ ഈ പ്രകൃതിനെ സംരക്ഷിക്കാൻ പറ്റുന്നത് എനിക്ക് എന്തുകൊണ്ട് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാലും നമുക്ക് ഉപദ്രവം ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രകൃതിക്ക് ഉപദ്രവം. പിന്നെ ഞാൻ കിടന്നത് വയലേക്ക് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് രാവിലെ ഒരു 8 മണിയാകുമ്പോഴത്തേക്ക് 200 രൂപ അക്കൗണ്ട് ഇട്ടാണ്, ഒരു 10 മണിയാകുമ്പോൾ 200 അക്കൗണ്ട് ഇട്ട് തരണം. അങ്ങനെ ഒരു 5 മണി 6 മണിക്കകത്ത് ഒരു 1200 ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ സംരക്ഷിക്കാം. അല്ലാതെ എനിക്കൊരു കുടുംബം നോക്കാൻ ഇറങ്ങി പോകണം, ജോലിക്ക് വേണം. ഇവിടെ നിൽക്കണ അവർക്കുള്ള ജോലിക്കാർക്കുള്ള അതിനുള്ള വേതനം കിട്ടണം. അവർക്കുള്ള ജോലിക്ക് നമ്മൾ പോകുമ്പോൾ തന്നെ അവർക്ക് 1200 കിട്ടണം, അവർക്ക് ഒരു 1000 കിട്ടണ്ടേ. അതല്ലാതെ നമുക്ക് സംരക്ഷിക്കാൻ പറ്റുന്ന രീതി അല്ല, അത് നമ്മൾ പറഞ്ഞല്ലോ പ്ലാസ്റ്റിക് ഇടെല്ലാം അതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അതൊക്കെ അതിനൊക്കെ പഞ്ചാണ്. ഞാനൊക്കെ പഴയ കോൺഗ്രസ്സുകാരാണ്, അതിനൊക്കെ നമ്മൾ കട്ടക്ക് ചെയ്യുള്ളൂ. ആക്റ്റീവ് നല്ല രാഷ്ട്രബോധമുണ്ട്. ഇപ്പൊ BJP ആണെങ്കിലും കൊച്ചിലെ പഠിച്ചാണ് രാഷ്ട്രബോധവും ഇതൊക്കെ ഉള്ളതുകൊണ്ട് അതുകൊണ്ട് പെട്ടെന്ന് BJP ആയത് തന്നെ. അതുകൊണ്ട് അതൊക്കെ നമ്മൾ ചെയ്യും. അല്ലാതെ ഇറങ്ങിയിട്ട് വയലിൽ പോയി കൊയ്യാനോ എടുക്കാനോ പറഞ്ഞാൽ തൊട്ട് കിടക്കണം, അത് കാടാണ്. കാരണം ആ കൃഷി നശിച്ച് അവിടെ ചെയ്യുന്നില്ല. ഈ മൂല്യം അവർ കിട്ടണം, കർഷകർക്ക് കിട്ടണം. അല്ലാതെ മുതലാളിക്ക് ഒരു പുണ്ണാക്ക് കിട്ടില്ലെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഇതെല്ലാം നശിച്ചും അണവട്ടും. അല്ലാതെ നമ്മൾ വെളുക്കാം കാലത്ത് ഇവിടെ വന്നിട്ട് പ്രകൃതിയെ സംരക്ഷിക്കണം. മറ്റേ എന്താണ് മോഡി പറഞ്ഞ സ്വച്ഛ ഭാരത് ഇവിടെ അല്ല, അത് നമ്മളെ വിദ്യാലയങ്ങളിലും ആശുപത്രികളിലും നമ്മളെ പൊതുയിടങ്ങളിലാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ് ഇവിടെ അല്ല. അപ്പോൾ അതാണ് ചെയ്യാൻ ഇവിടെ നമ്മളിവിടെ ശമ്പളമൊന്നുമില്ല. നമുക്ക് ശമ്പളം കിട്ടണമെങ്കിൽ ഇങ്ങനെ കിട്ടിയാലും നമുക്ക് ചെയ്യാൻ പറ്റില്ല. അത് തുപ്പരുത്, തൂറരുത്. ഒരു പ്ലാസ്റ്റിക് എന്തെങ്കിലും ബോട്ടിൽ എവിടെയെങ്കിലും ഉണ്ടോ? അങ്ങനെ ഇട്ട് വയ്ക്കണമെങ്കിൽ കൊണ്ടിട്ടു. അങ്ങനെ ഒരു ബോട്ടിൽ വയ്ക്കാൻ ഇങ്ങനെ ബോട്ടിൽ ഇടാനുള്ള ബോട്ടിലുണ്ടെങ്കിൽ ഇവിടെ കൊണ്ടിടും. അത് ഇടണമെങ്കിൽ തന്നെ അത് ഇടാൻ പഠിപ്പിച്ചിട്ടുണ്ട് ആരെങ്കിലും. നമ്മൾ എന്നെ പഠിപ്പിച്ചിട്ടില്ല. പണ്ട് റോഡ് ക്രോസ് ചെയ്യാൻ പഠിപ്പിച്ചിട്ടുണ്ട് സ്കൂളിലൊക്കെ. പക്ഷേ ഈ വളർന്ന തലമുറയിൽ പഠിപ്പിക്കണ്ടേ? സ്കൂളിൽ പഠിപ്പിക്കണം. സ്കൂളിൽ ഇനി വരുന്ന തലമുറയെ പഠിപ്പിക്കണം. സ്കൂളിൽ കച്ചറ പ്ലാസ്റ്റിക് ഇവിടെ ഇടണം, ഇതിനകത്ത് ഇടാവുന്നൊക്കെ പഠിപ്പിക്കണം. എങ്കിലും അവർക്കറിയാം, അല്ല നമുക്കറിയാം റോഡ് ക്രോസ് ചെയ്യുന്ന എങ്ങനെയാണ്, ഇടത് സൈഡ് പോക്കണം, അത് നമുക്കറിയാം പണ്ടേ. അതാണൊക്കെ പഠിപ്പിക്കണം. അവരെ സ്കൂളിൽ നിന്നേ തുടങ്ങണം. അല്ലാതെ നമ്മളെ കച്ചട നമ്മളെ തലമുറ ഇപ്പോൾ തീരും, കൂടിപ്പോയി 10-15 വർഷം കൊണ്ട് നമ്മളെയൊക്കെ തീരും, അടാതെ തീരും. പിന്നെ പുതിയ തലമുറ അവരെ പഠിപ്പിക്കണം, സ്കൂളിൽ പഠിപ്പിക്കണം. കച്ചട ഇടാൻ പാടില്ല. അവരെയൊക്കെ പഠിപ്പിച്ച് എടുത്തു കഴിഞ്ഞാലേ നമുക്ക് ഈ ഒരു പ്രകൃതി ഭംഗി നമുക്ക് ഇനി വരുന്ന സമൂഹം, ഇനി വരുന്ന ഒരു തലമുറയ്ക്ക് ഇതൊക്കെ ഒന്ന് കണ്ട് ആസ്വദിക്കാനും. ശമ്പളം കിട്ടണം, ജോലിക്കാർക്ക് ശമ്പളം കിട്ടണം, അതിനുള്ള മൂല്യം കിട്ടണം. അരിക്ക് കടയിൽ മേടിക്കാൻ 55-56 രൂപ 1 കിലോ അരിക്ക്. ഈ പാടം എത്ര അരി കിട്ടും? ഇതിൻ്റെ എത്ര ഇവിടെ കയറി ചെന്നിട്ട് കിട്ടണം? ഈ കർഷകർക്ക് കൊയ്യണ ടീമൊക്കെ എത്ര കിട്ടും? ഒരു ഉണ്ണാൻ കിട്ടില്ല. ഈ മുതലാളിക്കൊന്നും കിട്ടത്തില്ലല്ലോ. ഇപ്പം മെഷീനാണ്, മൊത്തം മെഷീൻ അടിക്കണമുണ്ട്. തൊഴിലാളികളൊക്കെ ജോലിയും പോയി.
പക്ഷെ മിഷ്യൻ വരുന്ന മുമ്പ് ഇവിടെ ചെയ്തുകൊണ്ടിരുന്നേ. അപ്പം ഇങ്ങനെ ഇന്ത്യ അല്ല കേരളം ഇങ്ങനെ ഓടിക്കൊണ്ടിരുന്നു. അപ്പോഴത്തേക്ക് അവിടെ പെട്രോളിന് വില കൂടി, സെസ് മറന്നു 2 രൂപ പെട്രോളിന്. അപ്പോൾ പിന്നെ അന്ന് പെട്രോൾ ഇല്ലായിരുന്ന പറഞ്ഞു പോയാൽ നമ്മൾ രാഷ്ട്രീയം പറയാൻ തോന്നും. അതുകൊണ്ട് അങ്ങോട്ടൊന്നും പോണില്ല. നമ്മൾ പ്രകൃതി മനോഹരിത അതല്ല പറഞ്ഞു വന്ന ബസ്സില് കലാഭമണി കാര്യം കണ്ടാണ് പറഞ്ഞു വന്നത്. നമ്മള് ദിലീപിന്റെ കാര്യം പറഞ്ഞു. അല്ല ഞാൻ പക്ഷേ